അച്ഛനെ എനിക്ക് കഷ്ടപ്പെടുത്താനൊന്നും വയ്യ. കോടതിയില് ഒരു വക്കീലിന്റെ ഗുമസ്തയുടെ വേക്കൻസി ഉണ്ട്, ജോയിൻ ചെയ്യുന്നോ? അയ്യോ വേണ്ടായേ. അല്ല, എന്നെ ചന്ദ്രലേഖയുടെ ഗുമസ്തയാക്കാനാ? ചന്ദ്രലേഖയുടെ കാര്യമല്ല എന്റെ കാര്യം ഞാൻ പറഞ്ഞത്. മനസ്സിലായി, അതുകൊണ്ട് ആദ്യമേ വേണ്ടാന്ന് പറഞ്ഞത്. എന്നാലേ ജീവിത സഖിയായിട്ട് ജോയിൻ ചെയ്തോ. സിദ്ധു ചുമ്മാ കളിക്കല്ലേ. ദേവിക എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കുക. എന്നാൽ കഴിയുന്ന ബുദ്ധിപരമായ ഉപദേശം ഞാൻ തരാം. ബുദ്ധിപരമായ എന്ന വിശേഷണം വേണ്ട, ഇല്ലാത്തത് തരാൻ പറ്റില്ലല്ലോ. ഓ എന്ന്. പിന്നെ ദേവിക. ഓ പറയൂ. ഞാൻ വിളിച്ചതിനെ ഒരു കാരണമുണ്ട്. എന്താ? ശരത്ത് പൊന്നുമണി ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പണമോ പാരിതോഷികമോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത്. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? കേസുമായിട്ട് മുൻപോട്ട് പോകാൻ വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് പൊന്നുമണിയുടെ നീക്കുവെന്ന് ചന്ദ്രലേഖ ഇവിടെ പറയുന്ന കേട്ടായിരുന്നു. ഓ, അങ്ങനെയൊരു ട്വിസ്റ്റ് വരുന്നുണ്ടോ? ദേവിക ഒന്ന് സൂക്ഷിച്ചോ. കേസ് നാളെ ഡിഫമേഷൻ കേസായി തിരിഞ്ഞു കൊത്താൻ ഇടവരരുത്. സിദ്ധു ഫോൺ വെച്ചോ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഫോണിംഗ് പ്രോഗ്രാം ആയിരുന്നു അല്ലേ? അതേടാ, സിദ്ധാർത്ഥമായിട്ട്. അതിന് നിനക്കെന്താ? വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാ മോഹം. ബുദ്ധിമാനെന്ന് നിന്ന്